ഹായ് ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് മലാസിൽ നിന്ന് ഒരു ഹുഫൂഫ് ഒരു ട്രാവൽ സ്റ്റോർ ചെയ്താലോ. മലാസ് ഉള്ളത് റിയാദിൻ്റെ ഒരു ഹൃദയഭാഗത്തായിട്ടാണ്. ആക്ച്വലി ഇവിടുന്ന് ഹുഫൂഫ് വരെ ബൈ കാറിനാണെങ്കിൽ 327 കിലോമീറ്ററാണ് ഉള്ളത്. ഹുഫൂഫ് ഒരു അൽഹാസയുടെ മേജർ അർബൻ സിറ്റിയാണ് കേട്ടോ. പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ഉണ്ടായിരുന്നു. 2-3 ദിവസം മുമ്പ് വരെ ഇവിടെ നല്ല മഴയായിരുന്നുകൊണ്ട് ട്രാവലിങ്ങിന് പറ്റിയ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും ഒരു ചെറിയ പ്രയറോട് കൂടെ തുടങ്ങണം എന്നാണല്ലോ. അപ്പോൾ ലെറ്റ്സ് ഗോ. പിന്നെ ഒരു കാര്യം, വണ്ടിയിൽ ആവശ്യത്തിന് ഫുഡും വെള്ളം എല്ലാം ഉണ്ടായിരിക്കണം. നിങ്ങൾ പോകുന്ന വഴി നോട്ട് ചെയ്താൽ അറിയാം, ഫുള്ള് കണ്ടോ വിജനമായിട്ടുള്ള സ്ഥലം. ഈവൻ ഒരു ഷോപ്പോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ നിയോ പ്രൊജക്റ്റ് പോലെ തന്നെ വേറെ എന്തൊക്കെയോ പ്രൊജക്റ്റുകൾ ഇവിടെ സൗദി അറേബ്യ വരുന്നുണ്ട് കേട്ടോ. കാരണം 2 സൈഡിലും നോക്കിയാൽ നമുക്കറിയാം, കണ്ടോ എന്തൊക്കെയോ വലിയ വലിയ പദ്ധതികൾ വരുന്നുണ്ട് മോനെ. വഴിയിലൊക്കെ ഫുള്ള് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലത്തെ മഴയുടെ എഫക്റ്റാണ് കണ്ടോ, വെള്ളം കെട്ടിക്കിടക്കുക വഴിയിലൊക്കെ. അതൊക്കെ കാണാൻ തന്നെ ഒരു നല്ല ഫീലിങ്സ്, അതും നമ്മുടെ സൗദി അറേബ്യയിൽ. പിന്നെ നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പം നമ്മുടെ വൈബിന് പറ്റിയ ഒരാളാണ് കൂടെ ഉള്ളതെങ്കിൽ അതെന്തായാലും കുറച്ചും കൂടെ പൊളിയായിരിക്കും. ദൈവം സഹായിച്ച് അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടുക കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ വെച്ചാൽ നമ്മുടെ ആടുജീവിതത്തിലെ നജീവിനെ പോലുള്ള ആൾ വന്ന് കൈ നീട്ടിയാൽ നീ എന്ത് ചെയ്യും? ഓക്കെ, അങ്ങനെ ഇവിടെ നമ്മൾ ഡെസേർട്ട് ഏരിയ സ്റ്റാർട്ട് ചെയ്യുകയാണേ. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ കാണാം വഴിയുടെ 2 വശത്തായിട്ട് കണ്ട ഒട്ടകങ്ങൾ ഇങ്ങനെ മേയുന്നത്. ഞാനിവിടെ റിയാദിൽ വന്നിട്ട് 8 വർഷമായെങ്കിലും ഞാൻ ഇതുവരെ ഒട്ടകത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഇത് ഇപ്പോഴാകട്ടെ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തുകൊണ്ട് കണ്ടോ ഇതുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു പുല്ലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ. അത് കഴിക്കാനാണെന്ന് തോന്നുന്നത് ഇതുങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒട്ടകത്തിനെ കണ്ട് എൻ്റെ കൊതി മതിയായി. ദൂരെ ഒട്ടകങ്ങൾ ആ വഴിയിൽ ഫുള്ളെന്നറിയോ. ഞങ്ങളുടെ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയാട്ടോ ഇത്. ഈ വഴി ഒരു 60 കിലോമീറ്റർ ഉണ്ടേ. ഇത് ശരിക്കും വിജനമായ ഏരിയ. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊന്നും ഒരൊറ്റ വണ്ടിയില്ല. കുറച്ചൊക്കെ ചെയ്യുമ്പോഴത്തേനും ഫോണിൻ്റെ സിഗ്നൽ വരെ പോയി. എന്നുവെച്ചാൽ നമുക്കൊരു ഒരു അപകടം പറ്റിയാൽ നമുക്ക് വിളിക്കാൻ പോലും ഒരു സംവിധാനം ഇല്ല. അതുപോലെ കുറച്ച് പാനിക്കായെങ്കിലും പിന്നെ പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ടങ്ങ് പോയി. പിന്നെ ആകെ നമുക്ക് കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആൾക്കാരെ കാണാം, കുറേ ഒട്ടകങ്ങൾ. ഇതൊക്കെ തന്നെയായിരുന്നു കാഴ്ചകൾ. വേറെ ഒന്നും തന്നെയില്ല, ഒരു കെട്ടിടമോ ഒന്നും തന്നെയില്ല. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു മുട്ടക്കുന്നും കാണാം. മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം നല്ല പച്ച വിരിച്ച് നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഓർത്തുകൊണ്ടിരുന്നതേ ഈ ബ്രൗൺ കളറിലുള്ള ഒട്ടകം മാത്രമേ ഉള്ളൂ എന്ന്. കണ്ടോ, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ബ്ലാക്കും വൈറ്റും ബ്രൗണും ഇത്രേ കളറുള്ളൂ എന്ന് തോന്നുന്നു. ഇല്ലേ പോകുന്നതിൻ്റെ വിചാരം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ മനസ്സിൽ പറയുന്നുണ്ടായിരിക്കും, ഞാൻ പോയിട്ട് നീ പോയാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ ഹുഫൂഫിലെത്തി. മരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത് ഫുള്ള് കനാലാണ്. അത് വലിയ കനാല്, അതിൽ നിറച്ച് വെള്ളം. ഞങ്ങൾ നേരെ വെച്ച് പിടിക്കുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? അവിടെ MOH ഹോസ്പിറ്റലിലോട്ട്, കിങ് ഫഹദിലോട്ട്. അവിടെയാണ് എൻ്റെ ഡേറ്റ് വർക്ക് ചെയ്യുന്നത്. അവർക്കറിയില്ല കേട്ടോ ഞങ്ങളിന്ന് ചെല്ലുമെന്ന്. ഇതൊരു കുഞ്ഞ് സർപ്രൈസും പറയാം.
എന്നെ ഹോസ്പിറ്റലിൽ അവിടെ ചെന്നിട്ട് നമുക്ക് അവളെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഇതാ വഴിമാറിയോടുന്നു കഥ പുതുലോകമേറുന്നു. അങ്ങനെ ഞങ്ങൾ അവളുടെ അടുത്തെത്തി. അവൾ ഡ്യൂട്ടിയിൽ നിന്നായിരുന്നേ. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടി ഒരു മുറി എടുത്തു. നമുക്ക് റെൻറ്റ് അഫോർഡബിൾ ആണ് കേട്ടോ. 500 to 600 റിയാലേ പെർ ഡേ വരുന്നുള്ളൂ, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് റൂമിൻ്റെ ഉൾവശം. പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഇനി അവളെ കൂട്ടി പുറത്തേക്ക് ഒന്ന് കറങ്ങണം. ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് പ്രിൻസ് സുൽത്താൻ കാർഡിയാക് സെൻറ്റർ. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ച് ആണല്ലോ. പക്ഷേ ഇതൊരു ചെറുതൊരു ഹോസ്പിറ്റലാണ്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ 100 പോലും വലുപ്പമില്ല. പക്ഷേ ഇതൊരു കാർഡിയാക് സെൻറ്റർ മാത്രം, അതായിരിക്കും ഇത്രയും ചെറുത്. അങ്ങനെ ഞങ്ങൾ മഞ്ജുവിൻ്റെ ഹോസ്റ്റലിൽ കയറി അവളെ കൂട്ടാൻ വേണ്ടി പോവുക. അങ്ങനെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തി അവൾ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ മഞ്ജുവിനെ കൂട്ടി ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിനെല്ലാം പോയി. പിന്നെ അവിടെ അടുത്തൊരു ചെറിയ സ്ട്രോബെറി ഫാം ഉണ്ടായിരുന്നേ. ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ആങ്ങളെയും പെങ്ങളും കൂടെ കണ്ടുമുട്ടിയപ്പോൾ നമ്മളെ ഒന്നും വേണ്ട, ചുമ്മാ അറിഞ്ഞേട്ടാ. നമുക്ക് തന്നെ സ്ട്രോബെറി പറിച്ചെടുക്കാം. അവർ ഇതുപോലത്തെ ഒരു ചെറിയ ഗ്ലാസ്സാണ്. പെർ ഗ്ലാസ്സിന് 15 റിയാൽ. അപ്പോൾ നമുക്ക് അതിൽ കൊള്ളുന്നത്ര സ്ട്രോബെറി പഴം നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇവിടെ സ്ട്രോബെറി ജ്യൂസും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും ചെറിയ പപ്പായ പ്ലാന്റ്സും ഉണ്ട്. ഈ സ്ട്രോബെറി ഫാമിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അതിൽ കൂടെ ഒക്കെ ചുറ്റി നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒന്ന് കൂളായിട്ട് മഞ്ജുവിനെ ഹോസ്റ്റലിൽ വിട്ടിട്ട് അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ റിയാദിലോട്ട് തിരിച്ചു. കൈക്കും വിളി തരും ഒരു ലഹരി വീഴുന്നു വീണുടഞ്ഞു താനേ. കണ്ടോ, ഇതൊരു വലിയ മലയാണ്. നമുക്ക് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുത്തനെയുള്ള കയറ്റായത്, കുത്തനെയുള്ള. ഒരാൾ പാട്ടൊക്കെ പാടി വണ്ടി നല്ല ചവിട്ടി വിടുക. 140, 130 ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് മൊബൈലിൽ മെസ്സേജൊക്കെ വന്നേ. കുറച്ച് പൈസ ഫൈനായുള്ളൂ, അപ്പോൾ ഒന്നുമില്ല. ആ വൈറ്റ് കളറിൽ കണ്ടോ, അത് വലിയ വാട്ടർ ടാങ്കുകളാണ്. ഇത് റിയാദിലെ ഒരു ലോങ്ങസ്റ്റ് ടണലാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.4 കിലോമീറ്ററാണ്. ചില ചുവട് ചേരുന്നിതാ തീയൊരു തരി ഇടനെഞ്ചിലുണ്ടെങ്കിൽ നിറവേനലും മഴനീരുപോ തെളിവായി മാറുന്നിതാ. വഴിമാറിയോടുന്നു കഥ പുതുലോകമേറുന്നു സലാം ചിറകേറി മായുന്നു ഓക്കെ, ടണലിൻ്റെ പുറത്തെത്താറായി കേട്ടോ. നമ്മൾ തിരിച്ച് 50 റിയാദ് ഒരു 1.25-2 മണിക്കൂറിനുള്ളിൽ എത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ നമ്മുടെ ചെറീസിൽ പോയി ഫുഡൊക്കെ കഴിച്ച്
പയ്യെ വീട്ടിലോട്ട് മടങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ്.